ഒരു സ്വഹീഹായ ഹദീസിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ അയാളെ ഒട്ടകപ്പുറത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്രാമധ്യേ അയാൾ വിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ വിശ്രമിച്ച് എണീക്കുന്ന സമയത്ത് അയാളെ ഒട്ടകത്തെ അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അയാളെ സംബന്ധിച്ച് അയാളെ ഭക്ഷണവും വെള്ളവും എല്ലാം ആ ഒട്ടകത്തിലാണ്. വിജനമായ ആ മരുഭൂമിയിൽ അയാൾ ഒറ്റപ്പെടുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ മരണം മുഖാമുഖം കണ്ടിട്ട് അയാൾ കഴിച്ചു കൂട്ടുന്ന നിമിഷം പറയുന്നുണ്ട്. അത് എത്രത്തോളം ഭയാനകരമായ രംഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മരണം മുഖാമുഖം കണ്ടു നിൽക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് അയാൾക്ക് അയാളെ ഒട്ടകത്തെ തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു കിട്ടിയ സന്തോഷത്തില് അയാൾ പറയുന്നുണ്ട്, അള്ളാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ ഉടമയുമാണെന്ന് അയാൾ മാറി പറയുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആ മനുഷ്യന് ജീവൻ തിരിച്ചു കിട്ടിയപ്പം എത്രത്തോളം അയാൾ സന്തോഷിക്കുന്നുണ്ടോ അതിനേക്കാളൊക്കെ ഒരുപാട് അള്ളാഹു സന്തോഷിക്കുന്നുണ്ട്. തെറ്റായ പാതയിലൂടെ നടന്ന ഒരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അള്ളാഹു അതിലേറെ സന്തോഷിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, അള്ളാഹുവിന്റെ കാരുണ്യം അത് എത്രത്തോളാണ്. ഭൂമിയോളം പാപമായിട്ട് നിങ്ങൾ വന്നാലും ഭൂമിയോളം പാപമോചനായിട്ട് ഞാൻ വരാന്ന് റബ്ബ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ അവസാന ശ്വാസം വരെ നമുക്ക് വേണ്ടിയിട്ട് പടച്ചോൻ തൗബയുടെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, അള്ളാഹ്ക്ക് ഇപ്പൊ നമ്മൾ നേരായ പാത സ്വീകരിച്ച് നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് അള്ളാഹ്ക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? അള്ളാഹുവിന്റെ മഹത്താൽ ഇപ്പം കൂടെ കുറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷെ സത്യം എന്താ അറിയോ, ആ കളങ്കമില്ലാത്ത ആ സ്നേഹം നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല, നമ്മളൊന്നും മനസ്സിലാക്കുന്ന പോലുമില്ല. അതാണ് ശരിക്കും സത്യം.